ഇന്നിപ്പോൾ ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും യുവ ബേബിയും കൂടിയിട്ട് സിമ്പിളായിട്ടൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. ആൻഡ് ഷീ ഈസ് ഓൾസോ ഹാപ്പി ടു ബീങ് പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ബീഫ് കഴുകി വൃത്തിയാക്കി ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞളും ഇട്ട് കുക്കറിൽ ഒരു 5-6 വിസിൽ വേവിച്ചെടുത്തു. ബൈ ബീഫ് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിടാൻ വിട്ടുപോയി, നിങ്ങൾ ഉപ്പും കൂടി ഇട്ട് വേവിച്ചോട്ടോ. അങ്ങനെ കുക്കറിൽ ആ സാധനം റെഡിയായി. അതിനുശേഷം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ആ സംഭവങ്ങൾ റെഡിയായി. പിന്നെ ചട്ടി ചൂടായി. ഇനിയാണ് നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന പാർട്ട്. ഞാൻ ഉപയോഗിച്ച നെയ്യാണ്. നെയ്യിൽ പെരിഞ്ജീരകം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇല്ലേ, അതൊന്ന് വഴറ്റി വന്ന ശേഷം അധികമൊന്നും ബ്രൗൺ കളർ ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി അതൊക്കെ ഇട്ട് അധികം കരിയാതെ ജസ്റ്റ് ഒന്നിട്ട് അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ഇട്ടു. സിമ്പിൾ, കഴിഞ്ഞു. അതിന് അങ്ങോട്ട് വേവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വയലൻ്റായ ഇവക്ക് ഒരു പേരൊക്കെ കൊടുത്ത് ഞാനങ്ങ് സൈലൻ്റാക്കി. എക്സ്ക്യൂസ് മീ, ഇത് കണ്ട് ഞാൻ കാട് വെട്ടിയിട്ട് തോന്നിയെങ്കിലും ഞാൻ ജസ്റ്റ് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കേട്ടോ. നിവ ബേബി ഇപ്പോഴും പേരൊക്കെ പിടിച്ച് ഭയങ്കര സന്തോഷത്തിലാണ്. ആൾക്കെന്തോ വലുത് കിട്ടിയെന്ന വിചാരം. അങ്ങനെ രാവിലത്തെ പുട്ടും ബീഫും എല്ലാം കൂടി ഞാനങ്ങ് കഴിച്ചു. വിച്ചുവിന് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒറ്റ കുക്ക് ചെയ്ത് ഒറ്റ കഴിക്കുന്ന എനിക്ക്